സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. ഏറ്റവും കൂടിയ താപനില കഴിഞ്ഞ ദിവസം പാലക്കാടാണ് രേഖപ്പെടുത്തിയത്. 39.8 താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഈ സീസണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയാണിത്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ് ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നത്. അതേസമയം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ മഴയും ലഭിക്കുന്നുണ്ട്. ആഷിൻ ഡിയേഗോ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആഷിൻ, ഗുഡ് മോർണിംഗ്. ഈ ചൂടിങ്ങനെ അസഹനീയമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാലക്കാട്ടെ 39 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തീവ്രതയൊന്ന് ആലോചിച്ച് നോക്കൂ. ചൂട് ഇനിയും കടുക്കുമെന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്? മഴയുടെ കാര്യം എന്താണ് പറയുന്നത്? ആര്യ, ശ്രുതി, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ചുട്ടുപൊള്ളുകയാണ്. ഇന്ന് 12 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും അതീവ ചൂട് അനുഭവപ്പെടും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാടും അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിൽ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ചൂട് നമ്മൾ കണ്ടതാണ്. 39 ഡിഗ്രി സെൽഷ്യസ് അത് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണയും ഇന്നും 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മാത്രമല്ല പത്തനംതിട്ട, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂട് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. മാത്രമല്ല ദാഹമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നിർജ്ജലീകരണം പോലെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. കുട്ടികളും സ്ത്രീകളും, പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീകൾ, മുതിർന്നവർ, ഈ 3 പേരും പുറത്തിറങ്ങുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതേസമയം തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. വരുന്ന 3 ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. 28, 29, 30 ദിവസങ്ങളിലായി തീയതികളിലായി ഇടയ്ക്കിടയ്ക്ക് നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വേനൽ മഴ എത്താനുള്ള സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടാനുള്ള സാധ്യതയും ഇത്തവണ ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറംപണി ചെയ്യുന്ന തൊഴിലാളികളുടെ ഈ തൊഴിൽ സമയം ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. 11 മണി മുതൽ 3 മണി വരെ ഈ പുറത്ത് പണിയെടുക്കുന്നവർക്ക് ഒഴിവ് നൽകണം എന്നുള്ളത് ഈ ജില്ലാ കളക്ടർ മുഖേന ഈ ലാൻഡ് ഓണേഴ്സിനും അതുപോലെ തന്നെ തൊഴിൽദാതാക്കളോടും മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നേരിയ ആശ്വാസത്തിന് മഴയ്ക്കുള്ള സാധ്യത വരുന്ന 3 ദിവസങ്ങളിലുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ശ്രുതി, ആര്യ. ഓക്കെ, ആഷിൻ ഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത്. ആഷിൻ, എന്തായാലും ആ മഴ എത്തട്ടെ, ആശ്വാസ മഴ കാത്തിരിക്കുകയാണ് കേരളം. അത്രത്തോളം ചൂട് ഇപ്പോൾ തന്നെ അസഹനീയമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മാർച്ച് ആയിട്ടേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്.